ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നെയിംസ് ആൻഡ് നെയിംസ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? എന്താണ് ചോദ്യം? ഗേറ്റിനടുത്ത് നിന്നുകൊണ്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? എന്ത് ചെയ്യാനാണ് ഇഷ്ടം? യെസ്, ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് ദ പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് ദ പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. കടന്നു പോകുന്ന വാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും നിരീക്ഷിക്കാൻ അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? കാലാവസ്ഥ എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? എങ്ങനെയായിരുന്നു കാലാവസ്ഥ? യെസ്, ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ വിൻ്റർ ആൻഡ് ദ എയർ വാസ് വാർമിംഗ് അപ്പ്. ശൈത്യകാലത്തിൻ്റെ അവസാനമായിരുന്നു, വായു കുറേശ്ശെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ ആൻഡ് ദ എയർ വാസ് വാർമിംഗ് അപ്പ്. Then third question, why did കുഞ്ഞിച്ചിരുത puzzle about the varying length of the day and night? പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിലെ വ്യത്യാസത്തെക്കുറിച്ച് കുഞ്ഞിച്ചിരുത എന്തിനാണ് ആശയക്കുഴപ്പത്തിലായത്? എന്തുകൊണ്ടാണ് പസിലായതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, ഷീ വാസ് പസിൽ അബൌട്ട് ദ വാരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ബിക്കോസ് ഇൻ ജൂലൈ ദ സൺസെറ്റ് അറ്റ് 8:30 ആൻഡ് ദ ഡേ വാസ് മോർ ദാൻ 50 hours long. But in winter the sun set a little before 5 and the day lasted only less than 10 hours. She was not used to this kind variation in the length of the day in Kerala. അതായത് ജൂലൈയിൽ സൂര്യനെ 8:30 അസ്തമിക്കുകയും പകൽ 15 മണിക്കൂർ കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്തതിനാൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് അവൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ ശൈത്യകാലത്ത് 5 മണിക്ക് അല്പം മുമ്പ് സൂര്യൻ അസ്തമിക്കുകയും പകൽ 10 മണിക്കൂറിൽ താഴെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കേരളത്തിൽ പകലിൻ്റെ ദൈർഘ്യത്തിൽ ഇത്തരത്തിലുള്ള വ്യതിയാനം അവൾക്ക് പരിചിതമായിരുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത ഞെട്ടിപ്പോയതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ് സംബഡി വാസ് കോളിംഗ് ഹർ ആസ് കുഞ്ഞി ചിരുത എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആരോ അവളെ കുഞ്ഞി ചീത്ത എന്ന് വിളിക്കുന്നത് കേട്ടാണ് കുഞ്ഞിച്ചിരുത ഞെട്ടിപ്പോയത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. Why didn't കുഞ്ഞിച്ചിരുത feel a stranger at all the school? എന്താണ് ചോദ്യം? സ്കൂളിലെ കുഞ്ഞിച്ചിരുതയ്ക്ക് അപരിചിതം സ്ട്രേഞ്ചറായി തോന്നാനുള്ള കാരണം, തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? സ്കൂളിൽ കുഞ്ഞിച്ചിരുതയ്ക്ക് അപരിചിതം തോന്നാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൻസർ, കുഞ്ഞിച്ചിരുത ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് സ്കൂൾ ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു ഹെർ. കുഞ്ഞിച്ചിരുതയ്ക്ക് സ്കൂളിൽ അപരിചിതത്വം തോന്നിയില്ല, കാരണം അവളുടെ സഹപാഠികളും അധ്യാപകരോടും അവളോട് വളരെ ദയയുള്ളവരും സഹായിക്കുന്നവരുമായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? പ്രകാശിനെ പേര് ചൊല്ലി വിളിക്കുന്നത് അപമര്യാദയാണെന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയത് എന്തുകൊണ്ടായിരുന്നു? യെസ്, കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം ബിക്കോസ് ഇൻ ദ ഇന്ത്യൻ കൾച്ചർ യങ് ചിൽഡ്രൻ ഡോണ്ട് കോൾ എൽഡേഴ്സ് ബൈ ദെയർ നെയിംസ്, ദേ കോൾ ദം അങ്കിൾ ഓർ ഓൺസ്. അപ്പം എങ്ങനെയാണ് ഇന്ത്യൻ സംസ്കാരത്തിലെ കുട്ടികൾ മുതിർന്നവരെ പേര് ചൊല്ലി വിളിക്കാറില്ലാത്തതിനാൽ പ്രകാശിനെ പേര് ചൊല്ലി വിളിക്കുന്നത് അപമര്യാദയാണെന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നി. അവർ അവരെ അമ്മാവൻ എന്നോ അമ്മായി എന്നോ ആണ് വിളിക്കാറുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? പ്രകാശ് തൻ്റെ പേര് ശരിയായി ഉച്ചരിച്ചപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ പ്രതികരണം എന്തായിരുന്നു? റിയാക്ഷൻ എന്തായിരുന്നു? യെസ്, ഷി വാസ് ഡിലൈറ്റഡ് ബിക്കോസ് പ്രകാശ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. ഷി നോഡഡ് ഹെർ ഹെഡ് ഷോയിങ് ഹെർ ഡിലൈറ്റ്. ന്യൂ ജേഴ്സിയിൽ എന്താണ്? തൻ്റെ കുടുംബത്തിന് പുറത്ത് ആദ്യമായി തൻ്റെ പേര് കൃത്യമായി ഉച്ചരിച്ചത് പ്രകാശ് ആണെന്നതിനാൽ അവൾ സന്തോഷിച്ചു. അവൾ തലയാട്ടി സന്തോഷം പ്രകടിപ്പിച്ചു.
ഇതായിരുന്നില്ല അവളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുദാസ് നെയിം? കുഞ്ഞിച്ചിരുദാസ് നെയിം, കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പോൾ പ്രകാശ് എന്തിനാണ് അത്ഭുതപ്പെട്ടത്, സർപ്രൈസ്ഡ് ആയത്? എന്തുകൊണ്ടാണ്? യെസ്, പ്രകാശ് വാസ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുദാസ് നെയിം ബിക്കോസ് സച്ച് നെയിംസ് ആർ നോട്ട് കോമൺ ദിസ് ഡേയ്സ്. കുഞ്ഞിച്ചിരുത വാസ് ആൻ ഓൾഡ് ഫാഷൻ നെയിം. കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പോൾ പ്രകാശ് അത്ഭുതപ്പെട്ടു. കാരണം അത്തരം പേരുകൾ ഇന്ന് സാധാരണമല്ല. കുഞ്ഞിച്ചിരുത ഒരു പഴയ രീതിയിലുള്ള പേരായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് ആൻ ഓൾഡ് ഫാഷൻ നെയിം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? കുഞ്ഞിച്ചിരുതയ്ക്ക് എങ്ങനെയാണ് അവളുടെ പേര് ലഭിച്ചത്? എങ്ങനെയാണ്? യെസ്, കുഞ്ഞിച്ചിരുത ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. 18 വയസ്സിൽ സ്കൂൾ അധ്യാപികയായി മാറിയ അവളുടെ മുതുമുത്തശ്ശിയിൽ നിന്നാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് ആ പേര് ലഭിച്ചത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ആന്റോണിയറ്റ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്? ആന്റോണിയറ്റ് തൻ്റെ പേര് ശരിയായി ഉച്ചരിച്ചപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് എന്താണ് അത്ഭുതം തോന്നിയത്? ആൻസർ. നൺ ഇൻ സ്കൂൾ പ്രൊനൗൺസ്ഡ് നെയിം ദ നെയിം കുഞ്ഞിച്ചിരുത റൈറ്റ്. Therefore, Antoinette pronounced it right. Especially now കുഞ്ഞിച്ചിരുത was surprised. സ്കൂളിൽ ആരും കുഞ്ഞിച്ചിരുതയുടെ പേര് ശരിയായി ഉച്ചരിച്ചില്ല. അതിനാലാണ് ആന്റോണിയറ്റ് അത് ശരിയായി ഉച്ചരിച്ചപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞിച്ചിരുത അത്ഭുതപ്പെട്ടു. Okay, the next question. What do you think Antoinette was able to pronounce കുഞ്ഞിച്ചിരുതാസ് നെയിം fairly well? അപ്പം നിങ്ങൾ കുഞ്ഞിച്ചിരുതയുടെ പേര് നന്നായി ഉച്ചരിക്കാൻ ആന്റോണിയറ്റിന് കഴിഞ്ഞു ആന്റോണിയറ്റിന് കഴിഞ്ഞത് എന്തുകൊണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? എങ്ങനെയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നമുക്കറിയാം, ഐ തിങ്ക് ആന്റോണിയറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം ഫെയർലി വെൽ ബിക്കോസ് ഹെർ ഓൺ നെയിം വാസ് മിസ്പ്രൊനൗൺസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് ഹെർ ക്ലാസ്മേറ്റ് ആസ് ആന്റോയിനറ്റ്. സോ ഷീ ട്രൈഡ് ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം കറക്റ്റ്ലി. എന്താണ്? സഹപാഠികളിൽ ഭൂരിഭാഗവും തൻ്റെ പേര് തെറ്റായി ഉച്ചരിച്ചതിനാൽ ആന്റോണിയറ്റ് കുഞ്ഞിച്ചിരുതയുടെ പേര് നന്നായി ഉച്ചരിക്കുമെന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ അവൾ കുഞ്ഞിച്ചിരുതയുടെ പേര് ശരിയായി ഉച്ചരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത്രയുമാണല്ലേ സൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.